കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി ദിവ്യയുടെ ബിനാമി ഇടപാടുകളെ സംബന്ധിച്ചുള്ള പരാതി അട്ടിമറിക്കാൻ സർക്കാർ ശ്രമിക്കുന്നതായി KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി മുഹമ്മദ് ഷമാസ്. CPM എന്ന അഴിമതി കടലിലെ പരൽമീൻ മാത്രമാണ് ദിവ്യയെന്നും വൻ സ്രാവുകളുടെ വിശദാംശങ്ങളും ചില ഉന്നത നേതാക്കളും ഭരണ സംവിധാനങ്ങളെയും ചുറ്റിപ്പറ്റിയുള്ള അഴിമതി മാഫിയ പ്രവർത്തനങ്ങളുടെ തെളിവുകളും ഉടൻ പുറത്തുവിടുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ 17A അപ്രൂവലിന് ഗവൺമെന്റിലേക്ക് വിജിലൻസ് അയക്കുന്ന ഒരു തീയതിയും വളരെ വിചിത്രമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും, കണ്ണൂരിൽ നടന്ന വാർത്താ സമ്മേളനത്തിലും അതിനു മുമ്പ് സർക്കാർ അഭിഭാഷകൻ പറഞ്ഞത് അക്കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല, കൂടുതൽ സമയമാണെന്ന് പറഞ്ഞു. കോടതി തൊട്ടടുത്ത ആഴ്ച വീണ്ടും വെച്ചു, നിലപാട് അറിയിക്കാൻ പറഞ്ഞു. അപ്പോഴും വീണ്ടും ഏറ്റവും ഒടുവിൽ സർക്കാർ വീണ്ടും പറഞ്ഞു വീണ്ടും സമയം വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ എന്താണ് ഈ അനുമതി നൽകുന്നതിന് സർക്കാരിന് ഇത്ര മടിയെന്ന് ചോദിച്ചുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ അനുമതി നൽകുന്ന നടപടിക്രമങ്ങളിലേക്ക് കോടതി കടന്നപ്പോഴാണ് എവിടെയുള്ളൊരു സുപ്രീം കോടതിയുടെ ഡയറക്ഷൻ ഉൾപ്പെടെ സാധാരണഗതിയിൽ 17A അനുമതിക്ക് 3 മാസമാണ് ഈ പറഞ്ഞ വിജിലൻസ് ആക്ട് അനുസരിച്ചുള്ള കാലാവധി. 3 മാസത്തിനകം അതിനുള്ള അനുമതി തീരുമാനം എടുത്തിരിക്കണം. ആ കാലാവധിയിൽ സുപ്രീം കോടതിയുടെ ഒരു ഡയറക്ഷൻ ഉൾപ്പെടെ ചേർത്ത് 4 മാസത്തിൻ്റെ കണക്കൊക്കെ വെച്ച് ഇങ്ങനെ ഇനിയും സമയമുണ്ട് എന്നൊക്കെ വളരെ ബാലിശമായ വാദങ്ങൾ ഹൈക്കോടതിയിൽ പോലും ഉന്നയിക്കുന്ന കാഴ്ചയാണ് ഇതുമായി ബന്ധപ്പെട്ട് കണ്ടത്. കോടതിക്ക് തന്നെ ഇതിൻ്റെ പൊരുത്തക്കേട് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് 2 മാസത്തിനകം ഇക്കാര്യത്തിൽ തീരുമാനം എടുത്തിരിക്കണമെന്ന ഡയറക്ഷനോടുകൂടി ഞാൻ സമർപ്പിച്ച ഹർജി ക്ലോസ് ചെയ്തത്. സെക്ഷൻ 17A പ്രകാരം പി ദിവ്യക്കെതിരായ പരാതിയിൽ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കാൻ വിജിലൻസ് സർക്കാരിന്റെ അനുമതി തേടിയിട്ടുണ്ടെന്നും എന്നാൽ ഇക്കാര്യത്തിൽ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ലെന്നുമാണ് സർക്കാർ ഹൈക്കോടതിയിൽ മറുപടി നൽകിയത്. സണ്ണി ജോസഫ് നിയമസഭയിൽ ചോദിച്ച ചോദ്യത്തിന് മുഖ്യമന്ത്രി നൽകിയ മറുപടിയിൽ പരാതിയിൽ കഴമ്പില്ലെന്ന് വിജിലൻസിന്റെ കണ്ണൂർ യൂണിറ്റ് കണ്ടെത്തിയെന്നാണ് പറയുന്നത്. എങ്കിൽ എന്തിനാണ് 17A അനുസരിച്ച് തുടർ നടപടിക്ക് വിജിലൻസ് അനുമതി തേടിയതെന്നും മുഹമ്മദ് ഷമാസ് ചോദിച്ചു. സമഗ്ര ന്യൂസ്, കണ്ണൂർ.